കള്ളിയത് കൈരളി TMT പട്ടുറുമാലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ അടുത്തതായി പാടുവാനായി എത്തുന്നത് നമുക്കേവർക്കും ഇഷ്ടമുള്ള ഗായിക സുറുമി. സുറുമിയെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സുറുമി, ഇപ്പോൾ ഇത് രണ്ടാമത്തെ സോണാണല്ലേ? അതെ അതെ. ഫസ്റ്റ് സോണെല്ലാം എങ്ങനെ പോയി? കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട്. കുഴപ്പമില്ലാതെ പോയിട്ടുള്ളൂ, നന്നായി പോയിട്ടില്ലേ? അതുകൊണ്ടല്ലേ സെക്കൻഡ് സോണിൽ നിൽക്കുന്നത്. കാരണം നമ്മുടെ എല്ലാ ഗായകരും പ്രൊഫഷണൽ സിംഗേഴ്സാണ്. അപ്പം രണ്ടാമത്തെ സോണിൽ എത്താന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലേ? അപ്പം ഈ ഇന്നത്തെ ഇത് ഒപ്പന പാട്ടുള്ള റൗണ്ടാണ്. അപ്പം ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഞാൻ കല്യാണ പുതുനാരി എന്ന് പറഞ്ഞിട്ടാണ്. ആര് പാടിയ പാട്ട്? വിളയിൽ ഫസീല പാടി. ഫസീലമ്മ പാടിയത്. അപ്പം എന്തായാലും നന്നായി പാടുക. ഓൾ ദി ബെസ്റ്റ്. കല്യാണം
പാട്ടിൻ്റെ സ്വഭാവത്തിൽ നല്ല മൂമെൻറ്റ്സ് നമ്മുടെ മനസ്സിലൊരു വിഷ്വൽ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്, ഇങ്ങനെ ഒരു പെണ്ണിനെ കൊണ്ടുപോകുന്നതും അല്ലേ, ഇങ്ങനെയൊക്കെ ചിത്രങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് മറ്റേതുപോലെ ഒരു മുറുക്കമായിട്ടുള്ളൊരു താളത്തിൻ്റെ ഒരു മുറുക്കം നമുക്കിതിൽ ഈ പാട്ടിലില്ല. അത് പാട്ടിന് അത്തരം ഒരുപാട് ഘടകങ്ങൾ, പല ടൈപ്പ് പാട്ടുകളുണ്ടാവുമല്ലോ. വെറ്റില തവക്കുകൾ, അത് ഒരു കേരളീയതയാണത്. അതിൽ വളരെ സെക്കുലറായ ഒരു സാധനമുണ്ട്. വെറ്റില നമ്മൾ ഗുരുനാഥൻ്റെ നമ്മൾ ദക്ഷിണ കൊടുക്കുന്നത്, ഇങ്ങനെ പലതിനും വെറ്റിലയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം. അതൊരു അരനൂറ്റാണ്ട് മുമ്പുള്ളൊരു പാട്ടിൽ ഇങ്ങനത്തെ സാധനം കയറി വരുമ്പോൾ നമ്മൾ അന്നത്തെ ഒരു സമൂഹത്തിനെ പറ്റി നമ്മളൊരു ചിത്രം നമ്മുടെ മുമ്പിൽ വരികയാണ്. ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നത് ഈ ഗാനത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ കുട്ടി കാണിച്ച ശ്രദ്ധയാണ്. ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് 40-45 കാലഘട്ടത്തിലേക്ക് ഞാൻ പോയി. അത് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ കേട്ട ഒരു ഗാനമാണിത്. എറണാട് വള്ളുവനാട് രാത്രി കാലങ്ങളിൽ പെണ്ണുങ്ങൾ വട്ടം ചേർന്നിരുന്ന് കൈകൊട്ടി പാടിയിരുന്ന ഒരു ഗാനമാണിത്. പഴയ കാലത്ത് ഈ വെറ്റില തവക്ക് എന്ന് പറഞ്ഞാൽ വെറ്റില തവക്ക് ഉണ്ടായിരുന്നു അവരുടെ മുന്നിൽ. അത് വെച്ചുകൊണ്ട് അത് മുറുക്കി തുപ്പാന്നൊരു കോളാമ്പിയും ഉണ്ടാവും. അത് തിന്നുകൊണ്ട് അതിൻ്റെ ഇടയിൽ പാടും ചെയ്യും, മുറുക്കി തുപ്പും ചെയ്യും. ഇങ്ങനെ ഒരു പഴയ കാലത്തെ ഒരു ഓർമ്മ വന്നു എനിക്ക്. ആഭരണങ്ങളൊക്കെ എത്ര രസകരമായിട്ടാണ് ഈ പാട്ടിൽ വർണ്ണിച്ചത്. ആഭരണം ഇപ്പോൾ എൻ്റെ മനസ്സിലപ്പോൾ നമ്മുടെ ഒപ്പനൊക്കെ കൊണ്ടാകുന്ന ഒരു മണവാട്ടിയുടെ, അത് വസ്ത്രത്തിനപ്പുറം ആഭരണമാണ്. അതിൽ വസ്ത്രത്തിൻ്റെ നീളത്തേക്കാൾ ആഭരണത്തിൻ്റെ എന്താ പറയുക, അതാണ് ഒപ്പനയിലൊക്കെ സാധാരണ ശ്രദ്ധിച്ച് കാണും. അതൊക്കെ എത്ര രസകരമായിട്ടാണ് ഈ പാട്ടിൽ വർണ്ണിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ കുട്ടിമാഷ് ഇവിടെ സൂചിപ്പിച്ചു ഇന്നത്തെ പാട്ടുകാരങ്ങനെ ചെയ്യുന്നത്. ഇന്നത്തെ കല്യാണത്തിൽ വരുന്ന സംഗതികളൊക്കെ വിശദീകരിക്കുകയാണെങ്കിൽ അത് നമ്മളത് ഇന്നത്തെ പാട്ടിലത് വലിയൊരു പ്രശ്നമായി തീരും. കാരണം അന്ന് വെറ്റിലയാണെങ്കിൽ ഇന്ന് കല്യാണത്തിനൊക്കെ ഉണ്ടാകുന്ന സംഗതികൾ വേറെയാണ് ഈ തലമുറയിൽ. അതൊന്നും നമുക്കിവിടെ പറയാൻ പറ്റില്ല. അതേ അത്തരമൊരു തലത്തിലേക്ക് അത് പുതിയ തലമുറയും പഴയ തലമുറയിലെ വ്യത്യാസവും കൂടി ഈ പാട്ടിൽ, കല്യാണം അതും പുതിയ തലമുറയ്ക്കൊരു പാഠമാണ്. കല്യാണത്തിൽ എന്താണ് പണ്ടുള്ള ആളുകൾ ചെയ്തിരുന്നത്, എത്ര പവിത്രമാണ് കല്യാണ ആഘോഷങ്ങൾക്ക് പോലും ഒരു പവിത്രത അവർ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. അതാണ് ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത. വളരെ ഫ്രീ ആയിട്ട് പാടി, അതുകൊണ്ട് തന്നെ ആ പാട്ടിനനുസരിച്ചിട്ടുള്ള ഒരു മൂഡ് കൊണ്ടുവരാൻ പറ്റി. വളരെ നന്നായിട്ട് പാടി. പിന്നെ കോസ്റ്റ്യൂമിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നന്നായിട്ടുണ്ട്. ആരെ സെലക്ഷനാ? ഉമ്മയുടെ സെലക്ഷൻ നന്നായിട്ടുണ്ട്. താങ്ക് യു പാനൽ.